ഹായ് നമസ്കാരം. അപ്പോൾ വീണ്ടും ഞാൻ NH 66 കുറിച്ചുള്ള വീഡിയോയുമായി വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊയിനാച്ചി മുതൽ പെരിയ വരെയുള്ള ഭാഗങ്ങളുടെ NH 66 പുതിയ റോഡും 3 വർഷം മുമ്പ് 2021 ഒക്ടോബറിൽ ഞാൻ എടുത്ത വീഡിയോ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും പെരിയ മുതൽ മാവുങ്കാൽ വരെയുള്ള ഭാഗങ്ങളുടെ പഴയ വീഡിയോവും പുതിയ വീഡിയോയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെയുള്ള വീഡിയോ പഴയ 3 വർഷം മുമ്പ് 2021 ഒക്ടോബർ മാസം ഞാൻ എടുത്ത വീഡിയോ ആണ്. പെരിയ പള്ളിക്കര റോഡിൽ നിന്ന് അങ്ങോട്ട് ഉള്ള വ്യൂ ആണ്. മാവുങ്കാൽ ഭാഗത്തേക്ക് പോകുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. താഴെ പുതിയത് നമ്മുടെ പെരിയ ബസാറിന്ന് വരുമ്പോൾ പെരിയയിലേക്ക് കയറിപ്പോകുന്ന ഇപ്പോൾ അണ്ടർപാസിലൂടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അതേ രീതിയിലുള്ള വീഡിയോ താഴെയും കാണാം. എത്ര വ്യത്യാസമൊന്നും നോക്കി. ഇപ്പോൾ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ ചെയ്ത് മുകളിലോട്ട് പൊക്കി ഹൈവേ എലിവേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. താഴെ പിന്നെ നോർമൽ പഴയ റോഡും കാണും. ഇപ്പോൾ നമ്മൾ പെരിയ ബസ് സ്റ്റോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് വീഡിയോയിലും പെരിയ ബസ് സ്റ്റോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത്. താഴത്തെ നോർമൽ പഴയ പെരിയാണ് കാണുന്നത്. മുകളിൽ കാണുന്നത് അണ്ടർപാസിന് മുകളിലൂടെ പോകുന്ന സീനാണ്. നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഇവിടെ നിർത്തിയിട്ട് അണ്ടർപാസിൽ നിന്ന് മുകളിലോട്ട് താഴോട്ടുള്ള സീനും പറ്റുമെങ്കിൽ എന്ന് നോക്കാം. അതുകൊണ്ട് താഴത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്തിട്ടിട്ട് മുകളിലൂടെ പോകുന്ന കാര്യങ്ങൾ മുകളിൽ നിന്ന് താഴോട്ടുള്ള പെരിയ ബസ് സ്റ്റോപ്പ് എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം. ഇതാണ് പെരിയ ബസ് സ്റ്റോപ്പിൽ നിന്ന് കല്യോട്ട് റോഡ് വഴിയുള്ള പുതിയ ടൗൺഷിപ്പ്. അങ്ങോട്ടാണ് ടൗൺ ഡെവലപ്പായി വരുന്നത് പെരിയയുടെ. ബാക്കി സർവീസ് റോഡും കാണാം. സർവീസ് റോഡിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല. വളരെ റഫായിട്ടാണ് കാണുന്നത്. ഇനി ഒരുപാട് പണി താഴെ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഇപ്പുറത്തെ സൈഡാണ്. പിന്നെ പടിഞ്ഞാറ് ഭാഗം, പെരിയയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സീനാണ് ഈ കാണുന്നത്. അപ്പോൾ താഴെ അതുപോലെ തന്നെ പഴയ വീഡിയോയിൽ പെരിയ ബസ് സ്റ്റോപ്പും കഴിഞ്ഞ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുകളിലെ വീഡിയോയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് കണ്ടാൽ അറിയാം ആ വ്യത്യാസം. ഇവിടെയുള്ള റോഡിൻ്റെ വ്യത്യാസം കാണാം. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് ഇപ്പോൾ മുകളിലുള്ള റോഡ് ഏകദേശം പണി പൂർത്തിയായി. പിന്നെ ഇനി ട്രാക്ക് വരക്കാൻ അത്യാവശ്യം മിനുക്കുപണികളുടെ ബാക്കിയുള്ളൂ. അപ്പോൾ പഴയ വീഡിയോയിൽ ഇപ്പോഴത്തെ വീഡിയോയും തമ്മിലുള്ള അന്തരം ഇവിടെ കണ്ടു നോക്കുക. പക്ഷേ എല്ലാ സ്ഥലത്തും ഇതുപോലെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ഇനിയും പണി നടക്കാൻ ബാക്കിയുണ്ട്. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ആ ഭാഗത്ത് അണ്ടർപാസിൻ്റെ വർക്ക് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ മുകളിലെ വീഡിയോയിൽ കാണാം സർവീസ് റോഡിലേക്ക് പിന്നെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ വീഡിയോ കാണാം. താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം രണ്ടും ഒരേപോലെയാണ് ഞാൻ വീഡിയോ അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കണ്ടു നോക്കിയാൽ കാണാം. ഇപ്പോൾ സർവീസ് റോഡിലാണ് വണ്ടി പോകുന്നത്. ഇവിടുന്ന് കുറച്ച് പണി സർവീസ് റോഡിൻ്റെ അണ്ടർപാസിൻ്റെ വർക്കൊക്കെ ബാക്കിയുള്ളത് കൊണ്ട് യാത്ര കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി അടുത്ത് ഒരു ചെറിയ മിനി അണ്ടർപാസ് മുമ്പേ അനുവദിച്ചിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചാലുങ്കാൽ ഭാഗത്തേക്ക് പോകുന്നതാണ് റോഡ്. ചാലുങ്കാൽ ഭാഗത്ത് ഇപ്പോൾ ആ വ്യത്യാസം കാണാം. ഇപ്പോൾ മുമ്പ് ചാലുങ്കാൽ മൊട്ട ആയിരുന്നു. ഇപ്പോൾ ചാലുങ്കാൽ മൊട്ടയില്ല. മൊട്ട നികത്തി മൊട്ടയുടെ കുഴിയിലേക്ക് പിന്നെ മണ്ണ് നികത്തി ഹൈറ്റിലൂടെയാണ് ഇപ്പോൾ മുകളിലൂടെ മെയിൻ 6 വരി പാത പോകുന്നത്. ചാലുങ്കാൽ മൊട്ടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീഅലൈൻമെൻറ്റ് നടന്നിട്ടുള്ളത്. ആ റീഅലൈൻമെൻറ്റിൽ പഴയ വീഡിയോ കാണിച്ചു തരാം. റൈറ്റിലോട്ട് പഴയ റോഡ് പോകും. ഇവിടെ നിർത്തിയിട്ട് ലെഫ്റ്റിലോട്ട് നേരെ കാണുന്ന റോഡ് ഉണ്ട്. നേരെ കാട് പിടിച്ച സ്ഥലം ഇപ്പോൾ റോഡായിട്ട് മാറിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സ്ഥലമാണ് മുകളിലെ പുതിയ വീഡിയോയിൽ കാണുന്നത്. ആ നേരെ പോകുന്നത് ഇവിടെയാണ്. പ്രധാനപ്പെട്ട ഫസ്റ്റ് ഈ റീച്ചിലെ കേരളത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ആദ്യത്തെ ടോൾ പ്ലാസ വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ പണിയൊക്കെ നടന്നു വരുന്നുണ്ട്. താഴെ കാണുന്നത് പഴയ റൂട്ടിലൂടെ നമ്മൾ പിന്നെ പോകുന്നതാണ്. പഴയ റോഡ് ഇപ്പോൾ ഇല്ല, അത് ക്ലോസ്ഡ് ആണ്. അത് നേരെ പോയി അപ്പുറം ജോയിൻ ചെയ്യുന്ന ഒരു വളവായിരുന്നു. ആ വളവ് സ്ട്രെയിറ്റ് ആക്കി എടുത്തിട്ട് റീഅലൈൻമെൻറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കി എടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഇതിൻ്റെ ടോൾ പ്ലാസയുടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ തന്നെ പോയി. ഇനി നെക്സ്റ്റ് ചാലുങ്കാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്താണ്. ഇതിപ്പോൾ ഈ വളഞ്ഞ് ഈ റോഡ് പോയി അപ്പുറം ജോയിൻ ചെയ്യുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയ റോഡും വളഞ്ഞു വന്ന് അപ്പുറം ജോയിൻ ചെയ്യുന്നതും കാണാം. പഴയ വീഡിയോയും പുതിയ വീഡിയോയിലും അത് മനസ്സിലാവും. ഇനി നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ചെറിയൊരു ഡൈവേർഷൻ കഴിഞ്ഞാൽ നേരത്തെ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഭാഗത്താണ് പോകുന്നത്. അപ്പോൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഭാഗത്തുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം.
അപ്പോൾ ചാലുങ്കാലുള്ള പുല്ലൂർ പെരിയ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഓഫീസ് അന്ന് പൊളിച്ചു മാറ്റിയിരുന്നു. അപ്പോൾ പഴയ വീഡിയോയിൽ പഴയ പഞ്ചായത്ത് ഓഫീസ് നമുക്ക് കാണാൻ പറ്റും. അതിപ്പോൾ കാണുന്നത് സ്ട്രെയിറ്റിൽ മുകളിലുള്ള പുതിയ വീഡിയോയിൽ സ്ട്രെയിറ്റ് കാണാം. ഇടത് ഭാഗത്ത് കാണുന്ന ബിൽഡിംഗ് താൽക്കാലിക വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. താഴെ കാണുന്ന വീഡിയോയിൽ പഴയ പഞ്ചായത്ത് ഓഫീസ് റൈറ്റ് സൈഡിൽ ഉള്ള പഞ്ചായത്ത് ഓഫീസിൻ്റെ പഴയ ബിൽഡിംഗ് കാണാം. അപ്പോൾ ഇതാണ് ഏറ്റവും പെരിയയിലുള്ള വേറൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം പഴയ വീഡിയോയും പുതിയ വീഡിയോയിലും കാണുന്നത്. ഇനി അടുത്ത സ്ഥലം ചാലുങ്ങാൽ രാവണീശ്വരം റോഡാണ്. രാവണീശ്വരം റോഡിലെ പഴയയിലേക്ക് പോകുന്ന പഴയ വീഡിയോയും പുതിയ വീഡിയോ നമുക്ക് കാണാം. ഇവിടെ വീതി കൂടിയതല്ലാതെ ബാക്കിയുള്ള ഫൈനൽ വർക്കൊന്നും പുതിയ വീഡിയോയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ രാവണീശ്വരം റോഡിൽ ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. രണ്ട് ഭാഗം റോഡ് പോയിക്കൊണ്ടായിരുന്നു. എന്താ വർക്ക് എടുക്കുന്നത് കാരണം, കേരളത്ത് ഭാഗത്ത് വർക്ക് നടക്കുന്നത് കാരണം ഒരു ഭാഗത്തേക്ക് രണ്ട് വേയും ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ചാലുങ്കാൽ രാവണീശ്വരം റോഡിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ മുമ്പ് ഒരുപാട് വളവുണ്ടായിരുന്നു. ഇപ്പോൾ താഴത്തെ റോഡിൽ കണ്ടാൽ അറിയാം, റോഡ് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് പോകുന്ന ഒരു റോഡായിരുന്നു. അതിപ്പോൾ റീഅലൈൻമെൻറ്റിലൂടെ സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട്, ഏകദേശം സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ വളവൊക്കെ ഉണ്ടെങ്കിലും പിന്നെ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ താഴെ കാണുന്ന ഷാർപ്പ് ബെൻഡൊന്നും ഇപ്പോൾ ഇല്ല, എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ വളരെ പെട്ടെന്ന് പെരിയെന്ന് ഇപ്പോൾ കാഞ്ഞങ്ങാട് പോകണമെങ്കിൽ പഴയതിനേക്കാളും വളരെ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന ഒരു ദൂരമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലം കേളത്താണ്. കേളത്തും കാര്യമായ മാറ്റമുണ്ട്. കേളത്ത് ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ വീഡിയോ നിങ്ങൾക്ക് കാണാം. പഴയ വീഡിയോയിൽ കേളത്ത് വളരെ നേരോ ആയിട്ടുള്ള റോഡിൽ ഇങ്ങനെ കാട് പിടിച്ച് നടക്കുന്ന ആ റോഡ്, ആ റോഡും ഒരു കാണാനൊരു രസം തന്നെയാണ്. പണ്ടത്തെ റോഡ് കാണാൻ നമുക്ക് ഒരു നൊസ്റ്റാൾജിയ പോലെ ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസം തന്നെയാണ്. വീതി കുറവാണെങ്കിലും ആ റോഡിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് പഴയ റോഡിൻ്റെ. ഇന്ന് ഹൈടെക് അത്യാധുനികമായിട്ടുള്ള റോഡാണെങ്കിലും പഴയ റോഡിൻ്റെ ആ ഒരു സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. അടുത്തത് പൊള്ളക്കടയാണ്. പൊള്ളക്കട അതുപോലെ തന്നെ ഒരുപാട് പൊള്ളക്കട മുതൽ പുല്ലൂർ വരെ ഒരുപാട് പഴയ ആൽമരങ്ങളും കാര്യങ്ങളും ഉണ്ടായ ഒരു സ്ഥലമാണ് പൊള്ളക്കട. പൊള്ളക്കടയിൽ ഇതുപോലെ കേരളത്തെ പോലെ തന്നെ വളവുകൾ, സിഗ്സാക്ക് വളവുകൾ ഉണ്ടായ ഒരു സ്ഥലമാണ് പൊള്ളക്കടയിൽ നിന്ന് പുല്ലൂരേക്കുള്ള ഭാഗങ്ങൾ. പക്ഷേ ഇന്ന് അത് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. താഴത്തെ വീഡിയോയിൽ പഴയ പൊള്ളക്കട ബസ് സ്റ്റോപ്പും അതിനിപ്പുറമുള്ള സംഭവങ്ങളൊക്കെ കാണാം. മുകളിൽ പുതിയ സ്ട്രെയിറ്റ് റോഡും കാണാം. അന്ന് ഞാൻ പഴയ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ കുറേ വീടുകളെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് താഴെ കാണുന്നത്. മുകളിൽ ഇപ്പോൾ കാണുന്നത് പൊള്ളക്കട സ്ട്രെയിറ്റ് റോഡായിട്ട് മാറിയിട്ടുണ്ട്. പൊള്ളക്കട ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള ഈ വളവാണ് നമുക്ക് താഴത്തെ വീഡിയോയിൽ കാണുന്നത്. ഇപ്പോൾ ആ വളവ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, അതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പൊള്ളക്കടയിൽ കേരളത്ത് ഭാഗത്തിലെ ഏക ഒരു പ്രശ്നം, ജനങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരുടെ സമ്മർദ്ദം കാരണം അവിടെ ചെറിയ ഒരു ആൾക്കാർക്ക് കടക്കാനുള്ള ഒരു അണ്ടർപാസ് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് പുല്ലൂർ ഭാഗത്തേക്കാണ്. ഇനി പുല്ലൂർ ഭാഗത്തേക്കൊന്ന് നോക്കാം. പഴയ പുല്ലൂരിൻ്റെ ഭാഗങ്ങളാണ് താഴെ കാണുന്നത്. അന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പുല്ലൂരിലെ പഴയ കുറേ ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മുകളിൽ കാണുന്ന വീഡിയോ പുല്ലൂരിൽ അണ്ടർപാസിന് മുകളിലൂടെ എല്ലാ 6 വരി പാത പോകുന്ന സീനാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പറ്റുമെങ്കിൽ പുല്ലൂർ അണ്ടർപാസിന് മുകളിൽ നിന്ന് ഉള്ള താഴോട്ടുള്ള സ്ഥിതിയും ഒന്ന് നോക്കാം. താഴത്തെ പഴയ വീഡിയോയിൽ പുല്ലൂർ ടൗണിൻ്റെ പഴയ മുഖം കാണാം. അതുപോലെ ആ വീഡിയോ സ്റ്റിൽ ചെയ്തിട്ട് നമുക്ക് മുകളിലത്തെ വീഡിയോ പുതിയത് കാണാം. നമുക്ക് ഒന്ന് ഇവിടെ നിർത്തിയിട്ട് താഴോട്ടൊന്ന് നോക്കി നോക്കാം എന്താണ് പുല്ലൂരിലെ ഇപ്പോഴത്തെ സ്ഥിതി. കൊടവലം റോഡിൻ്റെ ഭാഗത്തുള്ള സൈഡിലോട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ കാണാം. ശരിക്കും പറഞ്ഞാൽ പുല്ലൂർ ടൗണ് ഒന്ന് അടഞ്ഞ പോലെയായി ഈ അണ്ടർപാസ് വന്നതിന് ശേഷം. ശരിക്കും യാത്രാ സൗകര്യം വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. പല ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും മുകളിലാണ് ഇപ്പോൾ നിർത്തുന്നത്. ബസ് സ്റ്റോപ്പ് പുല്ലൂർ മെയിൻ ടൗണിലില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
അപ്പോൾ പുല്ലൂർ ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കാര്യമായ ഒരു റീ അലൈൻമെൻറ്റ് നടന്നത് പുല്ലൂർ ആണ്. പുല്ലൂർ പണ്ടത്തെ വിഷ്ണുമംഗലം വളവ് അത് ഒന്നും ഇല്ലാതായി മാറുകയാണ്. നമുക്ക് അത് ഒന്ന് എന്താണെന്ന് അതിൻ്റെ യഥാസ്ഥിതി നോക്കാം. പഴയ റോഡ് ഇപ്പോൾ കാണാം. പുല്ലൂരിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞ് പോയിട്ടൊരു വളവെന്ന് നേരെ പുല്ലൂർ പാലത്തിലേക്കുള്ള റോഡാണ് താഴെ കാണുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ വീഡിയോ നമുക്ക് താഴെയുള്ള പഴയ വീഡിയോ ഒന്ന് സ്റ്റിൽ ചെയ്തിട്ട് ഈ റീ അലൈൻമെൻറ്റ് നടന്ന റോഡിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗത്തൂടെ ഒന്ന് പോയി നോക്കാം. ഇത് നേരെ മൂലക്കണ്ടം അപ്പുറത്തെ ചെരുവിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണ്. ഇവിടെ ഒരു ചെറിയ 2 പാലം വന്നിട്ടുണ്ട്. ഈ പാലം ഇതിൻ്റെ ഇടയിൽ പണിയെടുക്കുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ഗർഡറൊക്കെ പൊളിഞ്ഞ് വീണ് വിവാദമായ ഒരു പാലമാണിത്. ഈ പാലം ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതൊന്ന് അവിടെ വരെ പോയിട്ട് നമുക്കൊന്ന് അവിടുത്തെ വർക്കിൻ്റെ സ്ഥിതികളിലൊന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ പുതിയ റീഅലൈൻമെൻറ്റിൻ്റെ റോഡ് നമ്മൾ കണ്ട ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്നു. ഇനി നമുക്ക് നേരെ പഴയ പുല്ലൂർ വിഷ്ണുമംഗലം ഭാഗത്തോട് പോകുന്ന റോഡ് കാണാം. ഈ റോഡിന് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഈ റീച്ചിൽ പണി നടക്കുന്ന ഇതിൽ ഏറ്റവും പഴയ റോഡ് ഇപ്പോഴും നിലനിൽക്കുന്ന ഈ ഭാഗത്ത് മാത്രമായിരിക്കും തോന്നുന്നത്. നോക്ക്, താഴെ കാണുന്ന പഴയ വീഡിയോയിലും മുകളിൽ കാണുന്ന പുതിയ വീഡിയോയിലും ഒരേ റോഡാണ് കാണുന്നത്. ഒരു മാറ്റമില്ലാതെ അത് തുടരുന്നു. ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് വെള്ളം കയറുന്നതും വീതി കുറഞ്ഞ പാലം ആയതുകൊണ്ട് നിരവധി ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്ന ഒരു ഏരിയയാണ് ഈ വളവും ഈ പാലം ഒക്കെ. ഇനി നമ്മൾ മൂലക്കണ്ടം ഭാഗത്ത് എത്താറായി. അതിനു മുമ്പ് നമുക്ക് ഈ റോഡ് അപ്പുറം ഭാഗത്ത് പുല്ലൂരിൽ നിന്ന് വരുന്ന ഡൈവേർട്ട് ചെയ്ത റോഡ് ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്താണ്. അത് പുതിയ വീഡിയോയിൽ കാണാം. പുതിയ വീഡിയോയിൽ നമുക്ക് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ആ റോഡ് വയലിലൂടെ ഉള്ള സീൻ ഇങ്ങോട്ട് കാണാം. താഴത്തെ പഴയ വീഡിയോയിൽ മൂലക്കണ്ടം ഭാഗത്തെ പഴയ വളഞ്ഞു പോകുന്ന റോഡാണ് ഇതിൻ്റെ സ്റ്റില്ലാണ് കാണിക്കുന്നത്. അത് സ്റ്റില്ല് ചെയ്തിട്ടാണ് ഞാൻ മുകളിലെ വീഡിയോ ഇട്ട് കാണിക്കുന്നത്. അതിപ്പോൾ സ്ട്രെയിറ്റായി മൂലക്കണ്ടം വഴി ഇപ്പോൾ ഈ മൂലക്കണ്ടം താഴെ കാണുന്ന ആ ടൗണിൽ ജംഗ്ഷനിലേക്ക് ഇനി ഹൈവേ പോകുന്നില്ല, നേരെയാണ് പോകുന്നത്. അപ്പോൾ അത്ര വ്യത്യാസം ഇത് വന്നിട്ടുണ്ട്. അവിടെ കംപ്ലീറ്റ് റോഡ് ഏകദേശം എല്ലാ വർക്കും തീർന്നിട്ടുണ്ട്. ചെറിയ മിനുക്ക് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ മൂലക്കണ്ടം മുതൽ ആ മാവുങ്കാൽ വരെയുള്ള ആ ഭാഗത്ത്. റീഅലൈൻമെൻറ്റ് നടത്തി സ്ട്രെയിറ്റ് ആക്കിയ മൂലക്കണ്ടത്തെ പുതിയ റോഡാണ് മുകളിൽ കാണുന്നത്. താഴെ നമുക്ക് സ്റ്റില്ലിൽ മൂലക്കണ്ടം ടൗണും കാണാം. അപ്പോൾ ഈ റോഡിൽ ഇനി അടുത്തത് അവസാനിക്കാറായി. അവസാനം നമുക്ക് മാവുങ്കാലിലേക്ക് എത്താനായി. അപ്പോൾ പഴയ താഴത്തെ വീഡിയോയിൽ പഴയ മൂലക്കണ്ടം റോഡ്, പഴയ ആ റോഡ് നമുക്ക് കാണാം. ആൽമരവും ഇതെല്ലാം ചുറ്റിയ റോഡും കാണാം. ഇതിപ്പോൾ നമുക്കിനി മാവുങ്കാലിലേക്ക് പോകേണ്ടതുകൊണ്ട് മുകളിലെ റോഡിൽ നമുക്ക് സർവീസ് റോഡിലൂടെ പോവാം. സർവീസ് റോഡിന് മുകളിലൂടെയുള്ള അണ്ടർപാസിൻ്റെ മുകളിലൂടെയുള്ള വീഡിയോ പിന്നൊരു ദിവസം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഴയ മാവുങ്കാലിലെ ദൃശ്യങ്ങൾ അടിയിലത്തെ വീഡിയോയിൽ കാണുന്നുണ്ട്. മുകളിൽ പുതിയ സർവീസ് റോഡ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ള പുതിയ റോഡ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ തീരാറായി. അപ്പോൾ ഇതാണ് ആ പഴയ ബിൽഡിങ് പൊളിച്ചിട്ട് പുതിയ കെട്ടിയതാണ്. പിന്നെ പഴയ വീഡിയോയിൽ താഴെ കാണിക്കുന്നത് മാവുങ്കാലം ജംഗ്ഷനിലെ വീഡിയോ ആണ് താഴെ കാണുന്നത്. മുകളിൽ നമ്മളവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ മാവുങ്കാലം പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് ഉള്ള 2 വീഡിയോവും പഴയതും പുതിയതും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മാവുങ്കാൽ പാണത്തൂർ റോഡിൻ്റെ അടിയിലുള്ള വലിയൊരു അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ട്, അത് കാണാം. ശരിക്കും പറഞ്ഞാൽ മാവുങ്കാൽ അണ്ടർപാസിനേക്കാളും കൂടുതൽ വേണ്ടിയിരുന്നത് 2 കാഞ്ഞങ്ങാടും മാവുങ്കാലും റോഡും കവർ ചെയ്തുള്ള ഒരു വലിയ ഫ്ലൈ ഓവറാണ് വേണ്ടിയിരുന്നത്. അത് ശരിക്കും മാവുങ്കാൽ ടൗണിൽ ഒരു നഷ്ടം തന്നെയാണ് അതില്ലാത്തത്. ഇവിടെ മാത്രം ഓപ്പണാണ്. പക്ഷേ കാഞ്ഞങ്ങാട്
ഇന്ന് മാവുങ്കാലേക്ക് വരുന്ന ഭാഗത്തുള്ള റോഡ് ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ സർവീസ് റോഡിലൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് വണ്ടികൾക്ക് പാസ് ചെയ്യാൻ. ഇപ്പോൾ ഈ സർവീസ് റോഡ് ബോത്ത് വേ ആണ്. ഇനി പണി മുഴുവനും നടന്നതിന് ശേഷം ഈ ഭാഗം വീതി കൂട്ടിക്കഴിഞ്ഞാൽ 2 ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്ന് ക്രോസ് ചെയ്യാൻ ഇവിടെ ഒരു അണ്ടർപാസ് വേണമെന്നുള്ള ഒരു സമ്മർദ്ദവും പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പണിയുടെ അവസാന ഘട്ടത്തിലായതിനാൽ അത് നടന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് മാവുങ്കാലിൻ്റെ പഴയതും പുതിയതുമായ വിശേഷങ്ങൾ. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വരുന്നു. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.